ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. രാജി ആവശ്യത്തിൽ സിപിഎമ്മിന്റെ നിലപാട് നേതൃത്വം പ്രഖ്യാപിക്കും. വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, സർക്കാരിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി എല്ലാ ഘട്ടങ്ങളിലും ഉയർത്തിക്കാട്ടിയിരുന്ന ഒന്നാണ് ആരോഗ്യ മേഖലയുടെ മെച്ചം, നേട്ടം എന്നുള്ളത്. അതിന് വലിയ രീതിയിലുള്ള കളങ്കമാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഡോക്ടർ ഹാരിസ് ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം കൂടി സംഭവിച്ചിട്ടുള്ളത്. അത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നത് സർക്കാരിനെയും പാർട്ടിയെയും വല്ലാതെ ക്ഷീണത്തിലാക്കും എന്നതിൽ ഒരു സംശയവുമില്ല. എങ്ങനെ ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാനാണ് സിപിഎം ആലോചിക്കുന്നത്? ആര്യ, ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത് പി കെ ശ്രീമതിയുടെ കാലത്തായാലും പിന്നീട് കെ കെ ശൈലജ 2004 പി കെ ശ്രീമതി 2016 കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയപ്പോഴുമൊക്കെ ആരോഗ്യരംഗത്ത് വല്ലാത്ത ഉണർവുണ്ട്. അത് വലിയൊരു മേനി നടിക്കലായും അതുപോലെ അവകാശവാദമായും ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടാറുമുണ്ട്. പക്ഷേ ആ ഒരു അവകാശവാദത്തിലാണ് ഇപ്പോൾ വലിയ കോട്ടം സംഭവിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടിയിരുന്ന സത്പേരിന് കളങ്കമുണ്ടാകുന്നു. അത് തുടർച്ചയായ സംഭവങ്ങൾ. ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് വരുമ്പോൾ അവർ സ്വാഭാവികമായും താരതമ്യം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ സർക്കാരിലെ ആദ്യ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജയുമായി ആയിരുന്നു. അവർ ടീച്ചറമ്മ എന്ന ഒക്കെ ഒരുപക്ഷെ അതൊരു PR എക്സസിൻ്റെ ഭാഗമെന്ന് വിമർശനം ഉന്നയിക്കാൻ എങ്കിൽ പോലും കെ കെ ശൈലജയുമായി വീണ ജോർജ് താരതമ്യം ചെയ്യപ്പെട്ടു. ആദ്യഘട്ടം മുതൽ അവർക്ക് ആ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലുമൊക്കെ ഉയർന്നു വന്നു. ഇപ്പോൾ തുടർച്ചയായി സംസ്ഥാനത്തിൻ്റെ ഈ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾക്ക് ആ പെരുമയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് തുടർച്ചയായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും UP-യിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ നിരന്തരം ഉണ്ടാകുന്ന സംഭവങ്ങളെന്ന് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ അപഹസിച്ചിരുന്ന അത്തരം കാര്യങ്ങൾ തുടർച്ചയായി കേരളത്തിലും ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സർക്കാരിനും CPM-നും നാണക്കേടും തലവേദനയുമായി മാറുന്നത്. വീണ ജോർജിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇതിനകം പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ആരോഗ്യവകുപ്പ് പൊതുജനങ്ങളും ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഒരു വകുപ്പാണ്. അതിലുണ്ടാകുന്ന ഓരോ ചെറിയ സംഭവവും വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കും. ജനങ്ങളത് തിരിച്ചറിയും, അതിൽ പ്രതികരിക്കുകയും ചെയ്യും. അതാണിപ്പോൾ CPM-നെ കുഴയ്ക്കുന്നത്. വീണ ജോർജിനെതിരെയുള്ള ഈ ആരോപണം, രാജി ആവശ്യം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. വീണ ജോർജിന് CPM-ന്റെ ഉന്നത നേതൃത്വമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന നേതൃത്വവുമായി ഒക്കെ നല്ല ബന്ധമാണെങ്കിൽ പോലും അവരുടെ ജില്ലയിൽ പത്തനംതിട്ടയിൽ അത്ര നല്ല ബന്ധമല്ല വീണ ജോർജിന് ഉള്ളത്. അവർക്കെതിരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നേരത്തെ നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ MLA-മാർ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത മന്ത്രി എന്ന പേരായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക നേതൃത്വമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ CPM-ന്റെ ഉന്നത നേതൃത്വം ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെയും CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഫേസ്ബുക്ക് കുറിപ്പുകളിലൂടെ വീണ ജോർജിനെതിരെ അപഹസിച്ച് പരിഹസിച്ചൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രശ്നം പത്തനംതിട്ടയിലെ പാർട്ടിയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. മന്ത്രിയുടെ രാജി എന്ന ആവശ്യം ശക്തമായ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഇന്നലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും CPM സംസ്ഥാന നേതൃത്വം വീണ ജോർജിന്റെ രാജി എന്ന ആവശ്യത്തോട് പ്രതികരിക്കുക എന്നാണ് അറിയേണ്ടത്. സ്വാഭാവികമായി രാജി ആവശ്യം തള്ളിക്കളയാൻ തന്നെയാകും സാധ്യത. എങ്കിലും തുടർച്ചയായി ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തൽ, ആശാസമരം തുടങ്ങി പല വിഷയങ്ങൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് നിർണായകമാണ്. എങ്ങനെയാകും ഈ വിവാദങ്ങളെ, ഇപ്പോഴത്തെ വിഷയങ്ങൾ, ഇന്നത്തെ കാര്യത്തിൽ മന്ത്രിക്ക് ഒരു വീഴ്ച ഉണ്ടായിരുന്നത് വസ്തുതയാണത്. സ്വാഭാവികമായും ഇത്തരമൊരു പരിശോധന നടക്കുമ്പോൾ അവിടെ അതിനു മുമ്പ് തന്നെ ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് മന്ത്രിയുടെ ഭാഗത്തോട് ഏറ്റവും വലിയ വീഴ്ചയായി. ആ കെട്ടിടം എന്തുകൊണ്ട് പുതിയ കെട്ടിടം വന്ന ശേഷവും പൊളിച്ചു മാറ്റിയില്ല എന്ന ചോദ്യമൊക്കെ മറുവശം നിൽക്കുമ്പോൾ പോലും ഒരു വീഴ്ച ഉണ്ടായെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ സമ്മതിക്കേണ്ടി വരും സർക്കാരിന്. അതിനെ എങ്ങനെ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥ CPM തരണം ചെയ്യും, സർക്കാർ തരണം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. രാജി ആവശ്യമെന്ന പ്രതിപക്ഷ നിലപാടിൽ CPM-ന്റെ അഭിപ്രായവും നിലപാടും ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കാനും സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും വി അരുണാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും ഈ പ്രതിസന്ധി ഘട്ടത്തിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നത്. നിർണായകമായ യോഗമാകും എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയത്തെയും ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ള പ്രതിപക്ഷത്തിന്റെ മുറവിളിയെയൊക്കെ എങ്ങനെ നേരിടാനാണ് പാർട്ടിയും സർക്കാരും ആലോചിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.